നമസ്കാരം. ഇ.പി. ജയരാജനെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ. ബി.ജെ.പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയ സി.പി.എം നേതാവ് ഇ.പി. ജയരാജനാണ് എന്ന തുറന്നു പറച്ചിലാണ് കെ.പി.സി.സി പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ മുഖാന്തരം ചർച്ച നടന്നിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നും ഭീഷണി വന്നപ്പോൾ ജയരാജൻ പിന്മാറിയതാണ് എന്നുകൂടി സുധാകരൻ പറയുന്നു. ശോഭയും ഇ.പി. ജയരാജനും ചർച്ച നടത്തിയത് ഗൾഫിൽ വെച്ചായിരുന്നു. ഈ ചർച്ചയ്ക്ക് ഒരു മധ്യസ്ഥൻ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ കാര്യം തന്നോട് പറഞ്ഞതെന്നും സുധാകരൻ പറയുന്നു. എന്തായാലും പാർട്ടിക്കകത്ത് ഇ.പി. ജയരാജൻ അസ്വസ്ഥനാണ്. പാർട്ടി സെക്രട്ടറി ആവാത്തതിൽ കടുത്ത നിരാശ ഇ.പി. ജയരാജനുണ്ട്. മാത്രമല്ല, ഗോവിന്ദൻ സെക്രട്ടറി ആയതോടുകൂടി ഇ.പി. ജയരാജൻ പാർട്ടിക്കുള്ളിൽ അവഗണിക്കപ്പെട്ട നിലയിലാണുള്ളത്. പിണറായി വിജയനുമായി അദ്ദേഹത്തിന് അത്ര ആരോഗ്യകരമായ ബന്ധമൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖറും ശോഭയുമാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചതെന്നുകൂടി കെ. സുധാകരൻ പറഞ്ഞു വെക്കുന്നു. എന്തായാലും കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കവെയാണ് കെ.പി.സി.സി പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും അതിഗുരുതരമായ അല്ലെങ്കിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന് ഇടതുപക്ഷം എന്ത് ക്യാപ്സൂൾ നിരത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.